ഇപ്പോൾ വരുന്ന ദാരുണമായ ഒരു അപകട വാർത്തയിലേക്കാണ്. നാഗർകോവിലിൽ 5 വിദ്യാർത്ഥികൾ കടലിൽ മുങ്ങി മരിച്ചു. തിരുച്ചിറപ്പള്ളി സ്വകാര്യ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത്. മനേഷ് പൂർത്തി ചെന്നൈയിൽ ചേർന്നു. മനേഷ്, ദുഃഖകരമായ ഒരു വാർത്ത, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈൽ, ഇന്ന് രാവിലെയാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. അതായത് 12 പേർ തിരുച്ചിറപ്പള്ളിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളാണ്. ഇവർ ഒരു വിവാഹത്തിന് വേണ്ടി, സുഹൃത്തിന്റെ വിവാഹത്തിന് വേണ്ടിയാണ് കന്യാകുമാരിയിൽ എത്തുന്നത്. അവിടെ നിന്നും രാവിലെ നാഗർകോവിലുള്ള ബീച്ചിലേക്ക് എത്തുകയായിരുന്നു. സന്ദർശകർ ധാരാളം വരുന്ന ഒരു ബീച്ചാണത്. അവിടേക്ക് വരികയായിരുന്നു. അവിടെ നിന്നാണ് 2 പേർ ആദ്യം ഒഴുക്കിൽപ്പെട്ടു. ഇവരെ രക്ഷിക്കുന്നതിനിടെയാണ് മറ്റുള്ളവരും അപകടത്തിൽപ്പെട്ടതെന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ മരിച്ചവർ എന്ന് പറയുന്നത് തഞ്ചാവൂർ സ്വദേശിയായിട്ടുള്ള ചാരുകവി, നെയ്വേലി സ്വദേശി ഗായത്രി, ആന്ധ്ര സ്വദേശിയായിട്ടുള്ള വെങ്കടേഷ്, ദിണ്ടുഗൽ സ്വദേശി പ്രവീൺ, അതുപോലെ തന്നെ കന്യാകുമാരി സ്വദേശിയായിട്ടുള്ള സർവ്വദീക്ഷിത്. ഇങ്ങനെ 5 പേരാണ് മരിച്ചിരിക്കുന്നത്. 2 പേരെ ഇപ്പോൾ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർ ചികിത്സയിലാണ്. എന്തായാലും നേരത്തെ മുതൽ തന്നെ, അതായത് വലിയ കടൽക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വലിയ തിരമാലകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലൊക്കെ കടലിൽ ഇറങ്ങരുത് എന്നുള്ള മുന്നറിയിപ്പ് 2 ദിവസം മുമ്പേ നൽകിയതാണ്. പക്ഷേ ഇതിനെയൊക്കെ അവഗണിച്ചാണ് ഇവർ കടലിൽ ഇറങ്ങിയത് എന്നുള്ളതാണ് അവിടെയുള്ള പോലീസും അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേനയും ഒക്കെ പറയുന്നത്. എന്തായാലും 5 പേർ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. 7 പേരാണ് കടലിൽ തിരയിൽ പെട്ടുപോയത്. അതിൽ 8 പേരാണ് തിരയിൽപ്പെട്ടത്. അതിൽ ഇപ്പോൾ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സുഹൈൽ, ശരി, നിയന്ത്രണങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവൻ സുരക്ഷിതമാക്കാൻ, സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ദയവ് ചെയ്ത് പാലിക്കുക. ഇത്തരം അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക. മറ്റു വാർത്തകളിലേക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.